മെയ് 27 ബലിപെരുന്നാളിന് സാധ്യത. റോയൽ ആശുപത്രി പരിസരത്തെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി. ദൈമാനിയ ദ്വീപിലും റാസ് അബു ദാവൂദിലും ശുചീകരണ യജ്ഞം. ഈദ്, ഈസ്റ്റർ, വിഷു ആഘോഷിച്ച് പാലക്കാട് ഫ്രണ്ട്സ്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിൽ ഈ വർഷത്തെ ബലിപെരുന്നാൾ മെയ് 27 സൂചന. ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ മെയ് 27 ബലിപെരുന്നാളിനുള്ള സാധ്യത തെളിയുന്നുണ്ടെന്ന് ഒമാൻ സ്പേസ് ആൻഡ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ബോർഡ് അംഗം അബ്ദുൽ വഹാബ് അൽ ബുസൈദി നിരീക്ഷിച്ചു. ഒമാൻ ഒബ്സർവ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടു. അതേസമയം മുഖ്യ ചന്ദ്രദർശന സമിതിയുടെ തീരുമാനത്തിന് വിധേയമായാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. ഇതുവരെ അത്തരം പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. റോയൽ ആശുപത്രി പരിസരത്ത് അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ. നിയമലംഘകർക്ക് 15 ഒമാനി റിയാൽ പിഴ ഈടാക്കുമെന്നും റോയൽ ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു. ആശുപത്രി കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്നും പകരം സന്ദർശകർ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിലുള്ള സൗജന്യ പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തണം. അവിടെ നിന്ന് ആശുപത്രിയിലേക്കും തിരിച്ചും സൗജന്യ ബസ്, ഷട്ടിൽ സേവനം ഒരുക്കിയിട്ടുണ്ടെന്നും ഇത് പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഇത്തരത്തിലുള്ള ക്രമീകരണം ഗതാഗത പ്രവാഹം സുഗമമാക്കാനും പരിസര പ്രദേശങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും രോഗികൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കും ആശുപത്രിയിൽ എത്താനുള്ള സൗകര്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. സന്ദർശകർക്ക് സമയവും ഇന്ധനവും ലാഭിക്കാനും ഇത് ഉപകരിക്കുമെന്നും ആശുപത്രി കൂട്ടിച്ചേർത്തു. ഒമാനിലെ പ്രകൃതി രമണീയമായ ദൈമാനിയ ദ്വീപ് പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിൽ പരിസ്ഥിതി അതോറിറ്റി നടത്തിയ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ 800 കിലോഗ്രാമോളം സമുദ്ര മാലിന്യം നീക്കം ചെയ്തു. സമുദ്രത്തിലെ ജൈവ വൈവിധ്യവും പവിഴപ്പുറ്റുകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദൗത്യം സംഘടിപ്പിച്ചത്. ഖുറിയാത്ത് വിലായത്തിലെ റാസ് അബു ദാവൂദിലും ശുചീകരണം നടന്നു. മസ്കത്തിനും ബർക്കക്കുമിടയിൽ കടലിൽ സ്ഥിതി ചെയ്യുന്ന 9 ദ്വീപുകളുടെ കൂട്ടമാണ് ദൈമാനിയാത്ത് ഐലൻഡ്. മസ്കത്തിനും സൂറിനുമിടയിൽ ഖുറിയാത്തിന്റെ തീരപ്രദേശമാണ് റാസ് അബു ദാവൂദ്. ദൈമാനിയാത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ 52 മുങ്ങൽ വിദഗ്ധരും നിരവധി സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. മസ്കത്തിലെ പാലക്കാട് ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് പാലക്കാട് ഈദ്, ഈസ്റ്റർ, വിഷു ആഘോഷം സംഘടിപ്പിച്ചു. പ്ലാറ്റിനം ഹാളിൽ നടന്ന പരിപാടിയിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 300-ലധികം ആളുകൾ പങ്കെടുത്തു. പ്രസിഡന്റ് പി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ജിതേഷ്, ജഗദീഷ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അഭിനന്ദിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സ്വന്തം ബാൻഡായ രാഗ റൈറ്റ്സ് അവതരിപ്പിച്ച ലൈവ് ബാൻഡ് ഷോ അരങ്ങേറി. നറുക്കെടുപ്പിലൂടെ വിവിധ സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഹരി ഗോവിന്ദ് സ്വാഗതവും ജഗദീഷ് നന്ദിയും പറഞ്ഞു. കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുക്കുന്നതിനായി ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിന്റെ സഹായത്തോടെ അംഗത്വ രജിസ്ട്രേഷൻ സംഘടിപ്പിച്ചിരുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.